നിമിഷങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും ബന്ധങ്ങൾ നമുക്ക് നഷ്ടമാകുമ്പോഴുമാണ് ആ നിമിഷങ്ങൾക്ക്, ആ ബന്ധങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തി ഉണ്ടെന്നും അതിൻ്റെ ഭംഗി എത്രമാത്രമാണെന്നും നമുക്ക് വ്യക്തമാകുന്നത്. പ്രകൃതി പോലും അങ്ങനെയല്ലേ? ഒരു സന്ധ്യ, പകൽ മടങ്ങുന്ന സമയം, രാത്രിയെ വരവേൽക്കാനായി പ്രകൃതി ഒരുങ്ങുന്നത് എത്ര മനോഹരമായിട്ടാണ്. കുങ്കുമം ചാത്തിയ ആകാശവും ആ ഒരു ഭംഗിയിൽ ആകെ തളർത്ത് മുറിച്ചു നിൽക്കുന്ന ഈ പ്രകൃതിയും ഒക്കെ ഏറ്റവും മനോഹരമായി നമ്മുടെ കണ്ണുകൾക്ക് ഏറെ സന്തോഷം തരുന്ന കാഴ്ചയാണ്. പ്രകൃതിയുടെ ഈ സൗന്ദര്യം അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല, മറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിലപ്പോൾ ഇതിലും മനോഹരമായി സന്ധ്യ സമയത്ത് പ്രകൃതിയെ ദർശിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ചില സൗഹൃദങ്ങൾ, സ്നേഹബന്ധങ്ങളൊക്കെ നമ്മിൽ നിന്ന് കൈവിട്ടു പോയാൽ പിന്നൊരിക്കലും ആ നിമിഷങ്ങൾ നമുക്ക് നേടാൻ കഴിയുമെന്ന് വരില്ല. ചിലപ്പോഴെങ്കിലും നമുക്ക് തിരികെ നേടിയാൽ തന്നെ അതിൻ്റെ മനോഹാരിത പഴയ പോലെ നിലനിൽക്കണമെന്നുമില്ല. ആളുകൾ എപ്പോഴും വ്യത്യസ്തരാണ്. നാം കരുതും പോലെ, നാം ആഗ്രഹിക്കും പോലെ മറ്റൊരാൾക്ക് നമ്മോടൊരിക്കലും പെരുമാറാൻ സാധിക്കില്ല. നമ്മുടെ ഹൃദയത്തോട് ചേർന്നുന്ന വ്യക്തി എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് പിണക്കങ്ങളുണ്ടായി നമ്മുടെ മനസ്സിൻ്റെ പടിവാതിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നാൽ അവർക്കെതിരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കരുത്. ഒരു ചെറിയ ജനൽപ്പഴുതെങ്കിലും ഒരു പക്ഷേ അവർ മടങ്ങി വന്നാൽ എന്നുള്ള പ്രതീക്ഷയിൽ തുറന്നിടണം. കാരണം മനസ്സാണ് പടി ഇറങ്ങിപ്പോയവർ. ചിലപ്പോൾ അവർക്ക് കഴിയില്ല എന്ന് വരും. അവർ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ആ വാതിലുകൾ കൊട്ടിയടച്ചിരുന്നാൽ ആ ഒരു സ്നേഹബന്ധം അവിടെ അവസാനിക്കും. നിങ്ങളുടെ ഒരു പുഞ്ചിരിയിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പിണക്കമാണെങ്കിൽ എന്തിനാണ് മടിക്കുന്നത്? അങ്ങ് പുഞ്ചിരിച്ചേക്കുക. ആ കൈകളൊന്ന് ചേർത്ത് പിടിക്കുക. ഓർക്കുക, സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് അവസരങ്ങൾ കിട്ടിയെന്ന് വരില്ല. എപ്പോഴാണ് ഏതൊരു മനുഷ്യനും മടങ്ങുന്നതെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. മനുഷ്യന് സ്നേഹം ആവശ്യമുള്ളത് ജീവനുള്ളപ്പോഴാണ്. മരിച്ചു കഴിയുമ്പോൾ ആ അടുക്കൽ ചെന്നിരുന്ന് 2 തുള്ളി കണ്ണീർ വീണാൽ എന്ത് പ്രയോജനം? ആ മനുഷ്യൻ അത് അറിയുന്നില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ കൈകോർത്ത് കൂടെ നടക്കാൻ ശ്രമിക്കുക. നല്ല സ്നേഹബന്ധങ്ങൾ അതൊരു ഭാഗ്യമാണ്. നഷ്ടപ്പെടുത്താതിരിക്കുക. പിണക്കങ്ങളും സ്വാഭാവികമാണ്. അത് എല്ലായിടത്തും ഉണ്ടാകും. ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്കൊരു പിണക്കം മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി.